സാർ, ഇന്ത്യയിലെ ഒരു പ്രമുഖ കമ്പനി വെറും 24 രൂപയ്ക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്ന സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ വളരെ ലാഭകരമായ ഒരു ഓഫർ അല്ലേ ഇത്? തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ രണ്ട് നോട്ടത്തിൽ ലാഭകരമായിട്ടുള്ള ഓഫറാണ്. നമുക്കൊരു ചായയും ഒരു പരിപ്പോടെയും അല്ലെങ്കിൽ ഒരു പാനിപ്പൂരി കഴിക്കണ, പാനിപ്പൂരിക്ക് ഇത്രയും പോലും ആവില്ല, പാനിപ്പൂരി കഴിക്കണ അത്രയും തുകയ്ക്കാണ് ഈ ഓഫർ ഇപ്പോൾ ഈ കമ്പനി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കമ്പനി ഞാൻ മനസ്സിലാക്കണ അനുസരിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് ITR ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഈ സർവീസിൽ അവർ ചെയ്തു കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നമുക്ക് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ഒരു അറിയാവുന്ന ഒരാൾക്ക് ഫയൽ ചെയ്യാൻ 5 മിനിറ്റ് മതിയാവും, അല്ലെങ്കിൽ 10 മിനിറ്റ് മതിയാവും. അതേ റിട്ടേൺ തന്നെ സോഫ്റ്റ്വെയറുകളുടെയോ അല്ലെങ്കിൽ AI എനേബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റിയുടെയോ ഓൺലൈൻ യൂട്ടിലിറ്റിയുടെ എന്തെങ്കിലും സഹായത്തോടു കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഓട്ടോ പോപ്പുലേറ്റഡ് ഡാറ്റ, അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് ഫില്ല് ചെയ്ത് തരുന്ന ഓട്ടോ ഫിൽഡ് ആയിട്ട് തരുന്ന ഡാറ്റ ഒരു റിട്ടേൺ ആക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് മാത്രമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ആ പരസ്യത്തിൻ്റെ അകത്തെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ അകത്തെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 999 രൂപയ്ക്കാണ് എക്സ്പേർട്ട് സർവീസ് കിട്ടുന്നത്. ഇത് ബേസിക് സർവീസാണ്. എക്സ്പേർട്ട് സർവീസുകളിലാണ് ഒരു ഫയലർക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ 999 മുതൽ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഒരു ചൂണ്ടയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇതൊരു ചാരിറ്റി ആയിട്ടല്ല എനിക്ക് തോന്നണത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്. ഈ രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് ഉള്ള ഒരു സാധ്യതയാണ് സാറ് കാണുന്നത്? അതായത് പ്രത്യക്ഷത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ വാല് പിടിച്ചു വരാവുന്ന പ്രശ്നങ്ങളുമാണ് ഞാൻ കാണുന്നത്. അതിൽ പ്രത്യക്ഷത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഡാറ്റ എൻട്രി അല്ല. വെറുതെ നമ്മൾ കുറച്ച് ഡാറ്റ എൻട്രി ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത്. റിട്ടേൺ ഫയലിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിൻ്റെ അകത്ത് ആൾക്കുള്ള ഇൻകം മുഴുവൻ കൺസിഡർ ചെയ്യണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലിൽ അവൈലബിൾ ആയ 26 AS, അതുപോലെ AS, TIS അതിലുള്ള എല്ലാ ഡാറ്റ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതുപോലെ അതിനുണ്ടാവാവുന്ന മറ്റ് ഇൻകങ്ങളുടെ കാറ്റഗറികൾ ഇതെല്ലാം തിരിച്ചെടുക്കണം. ഓട്ടോ പോപ്പുലേറ്റഡ് ഡാറ്റയിൽ ഇത് മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് ഇല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിട്ടേണുകളാണ് ഓട്ടോ പോപ്പുലേറ്റഡ് ഡാറ്റ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും വൺസ് ഇത് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഇതിന് നാളെ എന്തെങ്കിലും ഈ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഒരു ഡിമാൻഡ് വരികയോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ആരായിരിക്കും ഇതിന് അക്കൗണ്ടബിൾ ആവുക? ഒരു ഉത്തരവാദിത്തം പ്ലേസ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ AIS, TIS, 26 AS ഒന്നും അപ്ഡേറ്റ് ആവാതെ പല ഇൻകങ്ങളും അതിൽ വരാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ ഈ ഒരു വ്യക്തി പറയണതനുസരിച്ച് മാത്രമാണ് പല ഇൻകങ്ങളും നമ്മളിതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരിക. അതുപോലെ ചില കാര്യങ്ങൾ ഇൻകമായിട്ട് ചേർക്കേണ്ടതില്ലാത്ത അത്തരത്തിലുള്ള ജഡ്ജ്മെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയറിനോ യൂട്ടിലിറ്റിക്കോ ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രത്യക്ഷത്തിൽ ഞാൻ കാണുന്ന പ്രശ്നം. സാർ മുൻപ് പറഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ അതിൻ്റെ വാല് പിടിച്ച് വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ തീരെ ചെറുതല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് ഇതിൽ പ്രത്യക്ഷത്തിലുള്ള പ്രശ്നങ്ങളെക്കാൾ വാല് പിടിച്ചു വരുന്ന പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇത്രയും വലിയൊരു കമ്പനി, ഇന്ത്യയിലൊരു കോർപ്പറേറ്റ് ഭീമനാണ്. അവർ എന്തിനാണ് ഇത്തരത്തിലുള്ള തുച്ഛമായ വേതനത്തിന് അല്ലെങ്കിൽ പ്രതിഫലത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? സാധാരണഗതിയിൽ അവർക്ക് ഇതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ വഴിയില്ല. ഇന്ത്യയിൽ ആകെ 10 കോടിയിൽ താഴെ ജനങ്ങളാണ് റിട്ടേൺ ഫയൽ ചെയ്യണത്. ഈ 10 കോടി ജനങ്ങളുടെയും റിട്ടേൺ അവർക്ക് തന്നെ കിട്ടിയാൽ തന്നെയും ഇതിന് 240 കോടി രൂപയാണ് ഇവർക്ക് ആകെ കിട്ടാൻ പോകുന്ന ഗ്രോസ് റവന്യൂ. ആ 240 കോടി ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതിലൊരു മോണോപ്പൊളിയിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. ആരാണ് സാധാരണ ഇതിൽ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്നത്? ഒന്ന്, ലോക്കലായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ്, പിന്നെ ടാക്സ് പ്രാക്ടീഷണേഴ്സ്, അതുപോലെ ചെറിയ ചെറിയ എക്സ്പെർട്ടുകൾ പല സ്ഥലങ്ങളിലും ഇരുന്ന് ചെറിയ രീതിയിൽ ഇത് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഫിൻടെക് കമ്പനികളാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്നത്. ഈ മേഖലയിൽ പ്ലേ ചെയ്യുന്ന ഈ 3 കാറ്റഗറിക്കാരാണ്. ഇതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടിനെ കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിലെ പ്രധാന ജോലിയല്ല ഇത്. ഒരു വർഷത്തിൽ നിസാര എണ്ണം റിട്ടേണുകളാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിൽ. അപ്പോൾ ഈ ഒരു അതായത് ഇൻഡിവിജ്വൽ റിട്ടേൺ ഫയലിങ്ങിനെ മാത്രം ബേസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരെ ബാധിക്കുമെന്നത് കവിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടിനെ ഇത് പ്രതികൂലമായിട്ട് അധികം ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചും അവർക്ക് മറ്റു വർക്കുകൾ ഉണ്ടാവും, അവർക്കും ഇത് കാര്യമായി ബാധിക്കില്ല. അവരെ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തിരി കൂടി ബാധിക്കും, കാരണം അവർ നമ്പർ ഓഫ് റിട്ടേൺസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. പക്ഷേ ഫിൻടെക് കമ്പനികൾ ഒരു പക്ഷേ എലിമിനേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഫയലിങ്ങുകളാണ്. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഒന്ന്. മോണോപോളി വരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം?
ഇതിനു മുമ്പും മോണോപോളി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ മോണോപോളി വന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന എല്ലാ കമ്പനികളെയും അവർ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അത് ശക്തൻ ഒരു വലിയ മാർക്കറ്റിൽ അതിജീവിക്കുന്ന ആ ഒരു ഇതിൽ പോണതാണ്. പക്ഷേ അവിടെ പ്രശ്നം അതല്ല. ഒരു മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഈ മോണോപോളിക്ക് അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കാം. ഇന്ന് 24 എന്നുള്ളത് മറ്റെല്ലാവരും ആ ഫീൽഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 2400 24,000 ആക്കിയാൽ പോലും ആരും ചോദിക്കാണ്ടാവില്ല. നമ്മളിപ്പോൾ പല മേഖലകളിലും കാണുന്ന ഒരു കാര്യമാണ്. സർ, ഫിൻടെക് കമ്പനി എലിമിനേറ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫിൻടെക് കമ്പനി അതിൻ്റെ 25% സ്റ്റാഫിനെ ലേ ഓഫ് ചെയ്തതായിട്ട് കേട്ടിരുന്നു. അപ്പോൾ ഇതുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഫിൻടെക് കമ്പനിയെ ഒഴിവാക്കും, എലിമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റിലല്ല ഈ വാർത്ത വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വാർത്ത വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. ഈ പരസ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ സർവീസിനെ പറ്റിയുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഈ ലേ ഓഫ് ഇപ്പോൾ പറഞ്ഞ ഫിൻടെക് കമ്പനിയിലെ ലേ ഓഫ് ചിലപ്പോൾ ഒരു പക്ഷേ ഇതുമായിട്ട് ബന്ധമുള്ളതായിരിക്കില്ല. പക്ഷേ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള കമ്പനികളിൽ വരുന്ന ലേ ഓഫോ പിരിച്ചുവിടലോ ജോലി ഇല്ലായ്മ ആവലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാറ് പറയുന്ന ഈ മേഖലയിലെ മെയിൻ പ്ലേയേഴ്സിനെയൊക്കെ ഒഴിവാക്കി അവരുടെ കയ്യിൽ നിന്ന് ഈ സർവീസ് എല്ലാം തട്ടിയെടുക്കലായിരിക്കുമോ ഇവർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശവും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. സത്യത്തിൽ എൻ്റെ ഒരു തോന്നലനുസരിച്ച് അവരുടെ ഉദ്ദേശം ഡാറ്റ എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത്, വസ്തു എന്നതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയാം, വസ്തു എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഈ ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, അതുപോലെ AI, ഇതിൻ്റെ ഒരു കാലഘട്ടമാണിത്. ഒരു ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡാറ്റ കയ്യിൽ കിട്ടിയാൽ എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് വളരെയധികമാണ്. നമ്മൾ ഈ രീതിയിലുള്ള ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു ആപ്പിനെയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ യൂട്ടിലിറ്റിനെയോ ഏൽപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം തന്നെ നമ്മളുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൻ്റെ ക്രെഡൻഷ്യൽസ് ഇവർക്ക് കൊടുക്കണം. അതുവഴി നമ്മളുടെ പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വർഷങ്ങളായി നമ്മൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ റിട്ടേണിനെ പറ്റിയുള്ള ഡാറ്റ അവർക്ക് കിട്ടും. വൺസ് നമ്മളുടെ റിട്ടേണിൻ്റെ അകത്ത് കയറി കഴിഞ്ഞവർക്ക് എന്തെല്ലാം കിട്ടും? നമ്മളുടെ കൃത്യമായ പേര്, റെക്കോർഡിക്കലായിട്ടുള്ള നമ്മളുടെ പേര്, നമ്മളുടെ പാൻ നമ്പർ, നമ്മളുടെ ആധാർ നമ്പർ, നമ്മളുടെ മൊബൈൽ നമ്പർ, നമ്മളുടെ മെയിൽ ID, നമ്മളുടെ അഡ്രസ്സ്, നമ്മളുടെ ഇൻകം ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് വരുന്നത്, അതിൽ നിന്ന് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ, അതുപോലെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലെയിം ചെയ്യുന്ന എക്സംഷൻസ്, ഡിഡക്ഷൻസ്, അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ തരത്തിൽ നമ്മളുടെ എമൗണ്ടുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ വളരെയധികം ഡാറ്റ അതുപോലെ നമ്മൾക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, ഇത്തരത്തിലുള്ള നമുക്ക് അത് എണ്ണി പറയാനേ പറ്റില്ല. അത്രയ്ക്കധികം ഡാറ്റ പ്രിസിഷനിൽ ഈ പറയുന്ന കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാം. വേണമെങ്കിൽ ആക്സസ് ചെയ്യാമെന്നല്ല, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഒരു ഡാറ്റ പോകുന്നത് എത്രത്തോളം അപകടകരമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വാല് പിടിച്ചു വരുന്ന റിസ്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ബിസിനസ് മറ്റ് പ്ലെയേഴ്സിനെ ഒഴിവാക്കുക എന്നതിനേക്കാളും ഈ മേഖലയിലേക്ക് എൻ്റർ ചെയ്തിട്ട് പരമാവധി ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഉദ്ദേശം എന്നുള്ളത് ഇതെൻ്റെ തോന്നലാണ്. സാർ, ഡാറ്റയുടെ കാര്യമാണല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്രയും വലിയൊരു കമ്പനി കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ തീരെ ഉത്തരവാദിത്തമില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? കൈകാര്യം ചെയ്യുമോയെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാ കമ്പനികളും നോക്കുന്നുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മളൊരു മാളിൽ പോയിട്ട് നമ്മളുടെ പേരോ ഫോൺ നമ്പറോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഫോണിൽ എങ്ങനെയാണ് പലതരം ഓഫറുകൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈനിൽ നമ്മളുടെ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി, പെർഫ്യൂമിനെ പറ്റി സംസാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പെർഫ്യൂമിൻ്റെ പരസ്യം പോപ്പപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ എവിടെയും ഈ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കോർപ്പറേറ്റ് വേൾഡിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഈ ഡാറ്റ ഇത്തരം കമ്പനികൾ കൈകാര്യം ചെയ്യുന്നത് ഉത്തരവാദിത്വമില്ലാതെ ചെയ്യുമോ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ഇതിനു മുമ്പും ഇന്ത്യയിൽ ഡാറ്റ വിറ്റു അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ ചോർന്നു, അതായത് നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ തന്നെ ഇത്തരം കമ്പനികളുടെ കയ്യിൽ നിന്ന് ചോർന്നതായിട്ടും അവർ വിറ്റതായിട്ടൊക്കെ ഉള്ള ആരോപണങ്ങളും അതിനെതിരെ കേസുകളും ശിക്ഷാ നടപടികളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികൾ തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്, ആരോപണം വിധേയരായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്പനി അത് ചെയ്യില്ല എന്നുള്ളതിന് നമുക്ക് എന്താണ് ഉറപ്പ്? തീർച്ചയായിട്ടും ഉറപ്പില്ല. ഇനി ഇവർക്ക് ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അവരത് എങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്? ഒന്ന്, അവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഡാറ്റകൾ കിട്ടിക്കഴിഞ്ഞാൽ
രണ്ടാമത് ക്രോസ് സെല്ലിങ്ങിന് ഉപയോഗിക്കാം. ഇതേ സ്ഥാപനം തന്നെ അല്ലെങ്കിൽ ഇതേ ബിസിനസ് ഗ്രൂപ്പിന് തന്നെ വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ്, വെഹിക്കിൾ ഡീലിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ഹൗസിംഗ് സെഗ്മെൻറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും പ്ലേ ചെയ്യുന്നവരാണല്ലോ. ഇത്തരത്തിലുള്ള എല്ലാ മാർക്കറ്റിങ്ങിനും നമ്മളുടെ ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളോടാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മ്യൂച്വൽ ഫണ്ട് ഡിവിഷന് വിളിച്ചിട്ട് ബെറ്റർ ഓഫറുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളെക്കാൾ ഇവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും. അങ്ങനെ ഈ ഡാറ്റ ഇവർക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിനേക്കാളും അപ്പുറത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി പുറത്തൊരു കമ്പനിക്ക് ഇവർ ഈ ഡാറ്റ വിൽക്കുകയാണെങ്കിൽ, ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് ഭയങ്കര വിലയുള്ള സാധനമാണ്. ഈ ഡാറ്റ അവർ വലിയൊരു വിലയ്ക്ക് പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനികളെല്ലാം തന്നെ നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിംഗ് കോളുകളായിട്ടും നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ പോപ്പപ്പായിട്ടും മെയിലുകളിൽ സ്പാം മെയിലായിട്ടൊക്കെ വരും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിക്കോ. ഇനി ഇവരിതെല്ലാം ചെയ്യില്ല എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ അവർ വേറെ ആരെങ്കിലും കളവ് നടത്തുവാണ്, ഒരു ഡാറ്റ തെഫ്റ്റ് ഇവരുടെ ഡാറ്റാ ബേസിൽ നിന്നുണ്ടാവുകയാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊരു വിലയ്ക്ക് ഇത് വിൽക്കുകയാണ്. ഇത് ചെന്ന് പറ്റുന്നത് ഒരു ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ കയ്യിലാണെങ്കിൽ, കെനിയൻ ഫ്രോഡൊക്കെ പോലത്തെ ഫ്രോഡ് നടത്തുന്നവരുടെ കയ്യിലാണ് ഈ പ്രിസിഷൻ ഡാറ്റ കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ ഒരാളെ വിളിച്ചിട്ട് നിങ്ങളുടെ പേര് ഇതല്ലേ, നിങ്ങളുടെ പാൻ നമ്പർ ഇതല്ലേ, നിങ്ങളുടെ മെയിൽ ID ഇതല്ലേ, ആധാർ നമ്പർ ഇതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആധികാരികത ഒന്ന് വിളിക്കുക. എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ ED-യിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ CBI-യിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു 50% മുകളിലുള്ള ആളുകൾ അത് വിശ്വസിക്കും. ഇതൊരു ഒതൻറ്റിക് ആയിട്ടുള്ള കോളാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ സംഭവിക്കണേ? അവർ പിന്നെ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. അതുപോലെ ഒരു ഡിജിറ്റൽ അറസ്റ്റിന് വിധേയനാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഫ്രോഡ് അല്ലെങ്കിൽ സ്കാം നടത്താൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പ്രിസിഷൻ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ റിസ്കുകളും ഇതിൻ്റെ അകത്ത്. അപ്പോൾ 24 രൂപയുടെ 24 റുപ്പി ധമാക്ക എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഊന്നി പറയുന്നു, ഇത് ഒരു ചാരിറ്റി ആണെന്നേ എനിക്ക് തോന്നുന്നില്ല. ഇത് വലിയൊരു ചൂണ്ടയാണ്. ഇതിൽ കൊളുത്തുന്നവർ അല്ലെങ്കിൽ കൊത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ഇതൊരിക്കലും നിങ്ങളെ നന്നാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൃത്യമായിട്ടൊരു കമ്പനിയുടെ പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും ഇത്രയും തുച്ഛമായ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സർവീസ് തരുന്നുണ്ടെങ്കിൽ അത് സൗജന്യം എന്ന് തന്നെ കരുതാവുന്ന അത്രയും കുറഞ്ഞ തുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാം. ഇതിൽ കൂടുതൽ എനിക്ക് ഈ വിഷയത്തിൽ തൽക്കാലം ഒന്നും പറയാനില്ല.